ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CS റാങ്ക്ഡുമായിട്ടല്ല, പകരം BR റാങ്ക്ഡുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ അപ്ഡേറ്റിന് ശേഷമുള്ളതും അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ നമ്മുടെ BR റാങ്ക്ഡിൻ്റെ ഗെയിം പ്ലേ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്നത് കാരണം ഒരു എത്തും പിടിയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. നല്ല അടാറ് ബോട്ട് കളികളാണ് ഗൈസ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. അല്ലെങ്കിലേ ബോട്ടാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പും കൂടെ എടുത്ത് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ നമുക്ക് അത്യാവശ്യം കില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫുൾ ക്യാമ്പിംഗ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഒരു കില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പാവ എനിമി, അവൻ ഇവിടെ വേറെ എനിമി ഒന്നും ഇല്ലാന്ന് ഓർത്തിട്ട് പതുക്കെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത് ഗണ്ണെടുക്കാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ വേഗം തന്നെ ഞാൻ വന്ന് ഗണ്ണൊക്കെ എടുത്ത് അവനെ തന്നെ നോക്ക് ചെയ്തിട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, വെച്ചോണ്ടൊന്നും ഇരുന്നില്ല, വേഗം തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ ടീമേറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കയറി വന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് നോക്കാവുകയും ചെയ്യും. അങ്ങനെ ആദ്യത്തെ ഗെയിമിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു കില്ല് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത ഒരുത്തനെ കണ്ടു ഗൈസ്. പിന്നെ വേഗം തന്നെ അവനെ നോക്ക് ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്തു. ഇവിടെ മൊത്തം എനിമീസാണ്. അടുത്ത ആളെ കണ്ട് അവനെ നോക്ക് ചെയ്തു. പിന്നെ ഒരുത്തനിട്ട് കുറച്ച് ഡാമേജും കൊടുത്തു. മേളിലുള്ളവനെ നമ്മൾ വേണ്ട ഹെഡൊക്കെ സ്കോപ്പ് ചെയ്ത് വെച്ച് അടിച്ചങ്ങ് ഫിനിഷ് ചെയ്ത് നോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അല്ല, എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്? ഫിനിഷ് ചെയ്ത് നോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടെന്നല്ല ഗൈസ്, നോക്ക് ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത ഒരുത്തനെ കണ്ട് അവനും കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു. അപ്പോൾ ചിലവർക്കിട്ട് നമുക്ക് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ, ചിലവരെ നമുക്ക് നോക്ക് ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്യാനും പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ വേണ്ട ഒരു എനിമി കയറി വരുന്നു. പിന്നെ അവൻ അത് ഗ്ലൂ വാൾ പൊട്ടിക്കാൻ നോക്കുന്ന സമയം കൊണ്ട് അവനെ വേണ്ട നമ്മളങ്ങ് നോക്ക് ചെയ്ത് വേഗം തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ അവൻ്റെ ലൂട്ട് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദേ ലൂട്ടൊക്കെ എടുക്കുവാണ്. അപ്പം നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇവിടെ ഒരു ഗ്ലൂ വാളൊക്കെ ഇട്ടിരിക്കും. അതാകുമ്പോൾ പിന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ബാക്കിൽ നിന്ന് അടി കിട്ടത്തില്ല. അങ്ങനെ ലൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്ത് പിന്നെ അടുത്ത എനിമി എവിടെയാണെന്ന് പോയി നോക്കുവാണ്. അപ്പം നമ്മുടെ ടീംമേറ്റ് ഒരാൾ പോയി നോക്കായിട്ടുണ്ട് ഗൈസ്. ബാക്കി 3 പേരും ഇപ്പോഴും നല്ല ഉഷാറായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ആരെയും കാണാനില്ല. ഞാനാണെങ്കിൽ ഇത്രയും കില്ലൊക്കെ കിട്ടിയപ്പോൾ അടുത്ത എനിമി പോരട്ടെ, നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. ഇവിടെ നിന്ന് അടിച്ചാൽ മതിയല്ലോ. എനിമിയുടെ കയ്യിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അറ്റാക്കൊന്നും കിട്ടത്തുമില്ല. അവരെ നമുക്ക് നല്ല രീതിയിൽ നോക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത എനിമിയുടെ വരവിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഗൈസ്. ഞാനാണെങ്കിൽ എല്ലാ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ എനിമിനെ ഒന്നും കാണാനില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരുത്തൻ വന്നിറങ്ങിയത്. പിന്നെ വേഗം തന്നെ അവന് ഡാമേജ് ഒക്കെ കൊടുത്ത് നോക്ക് ചെയ്ത് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുത്തനെ ഫിനിഷ് ചെയ്യാതെ അടുത്ത ആളിലേക്ക് ഒരിക്കലും പോകാറില്ല. കാരണം അല്ലെങ്കിൽ കുമ്മൽ ഇവിടെ പതിവാണല്ലോ, അതുകൊണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തവൻ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേറൊരുത്തനും കൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഗണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി ഞാൻ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തെങ്കിലും ഒറ്റ അടിയുടെയും കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അവൻ മേലോട്ട് കയറി വന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഗൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ടീംമേറ്റ് അത് കുമ്മിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടീംമേറ്റാണ് അത് കില്ലെടുത്തതെന്ന് അറിയാതെ പാവം ഞാനിവിടെ ഒളിച്ചിരിക്കുവാണ്. ആരാണ് അവനെ കില്ലെടുത്തതെന്ന് നോക്കി. അത് കഴിഞ്ഞ് ഇതേ ലൂട്ടൊക്കെ എടുക്കുകയാണ്. ഈ ഗ്ലൂ വാൾ ഇട്ടത് വേറെ ആരുമാണ് അവനെ കില്ലെടുത്തതെന്ന് ഓർത്തിട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ടീംമേറ്റ് ആയിരുന്നു അവനെ കില്ലെടുത്തത്. എന്താ അല്ലേ, നമ്മുടെ ടീംമേറ്റ് എന്നെ പറ്റിച്ചു ഗൈസ്. അങ്ങനെ സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം അപ്പം എനിക്ക് മനസ്സിലായില്ലല്ലോ ഏത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെയും ഇവിടെ ഇരിക്കുവാണ്. എനിമീസ് ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തന്നെ കുറച്ച് മടുപ്പൊക്കെ തോന്നി. എന്നാലും ഞാൻ എനിമീസ് ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ ആരെയും കാണാനില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ഇനി ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ താഴെ എങ്ങാനും എനിമീസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാവുകയും ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ രണ്ടും ഇരിക്കുന്ന, ഒരെണ്ണം ഭയങ്കര ലോങ്ങും ഒരെണ്ണം അത്യാവശ്യം ലോങ്ങായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ്. ഷോർട്ട് ഗണ്ണൊന്നും കയ്യിലില്ലാതെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്നത് സേഫ് ആണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുള്ളത് കാരണം ഞാൻ പിന്നെ താഴത്തോട്ട് ഇറങ്ങാനായിട്ട് നിന്നില്ല. മാത്രമല്ല താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം നോക്കാവുകയും ചെയ്യും. ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ, ഇവിടെ ഇരുന്നാൽ ആരും അറിയത്തുമില്ല. അങ്ങനെ ഞാൻ താഴെ ഇരുന്ന് മടുത്ത് കുറച്ചും കൂടെ മേളിലോട്ടൊന്ന് കയറിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ പരിസരമെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കണമല്ലോ. കാരണം നമ്മുടെ ടീംമേറ്റ് എല്ലാവരും താഴെ തന്നെയുണ്ട്. അപ്പോൾ എനിമീസ് വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കില്ലെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ അവസരം നഷ്ടപ്പെടുവേ എങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കൂടെ ചുറ്റിക്കറങ്ങിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്ലൂ വാളും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഗ്ലൂ വാളും നമ്മളിതേ ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഇറക്കിയിട്ടാണ് ഗ്ലൂ വാൾ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ പിന്നെയും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കുവാണ്. കാരണം നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും എപ്പം എനിമി വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുവാണ്. പക്ഷേ അവിടെ എനിമി ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കാൻ നോക്കിയെങ്കിലും ഒന്നും അവനിട്ട് കൊണ്ടില്ല. പിന്നെ നമ്മുടെ വേറൊരു ടീംമേറ്റ് നമ്മളിട്ടേക്കുന്ന ഗ്ലൂ വാളൊക്കെ തല്ലിപ്പൊട്ടിച്ച് അവൻ കയറി വന്നു. പക്ഷേ അവൻ മാന്യത കാണിച്ചു. അവൻ തന്നെ വേറൊരു ഗ്ലൂ വാളൊക്കെ ഇട്ട് സേഫായിട്ട് നമ്മളെ വെച്ചിട്ടുണ്ട്.
അങ്ങനെ അവനെയും പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു എനിമി വേണ്ട വണ്ടിയിലൊക്കെ പോകുന്നത് കണ്ടത്. അപ്പോൾ അവൻ ഇവിടോട്ടെങ്ങാനും വരുമോ എന്നും നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. ഈ ടീംമേറ്റ്സ് ആണെങ്കിൽ എവിടേക്കോ വെച്ച് അടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ടാണെങ്കിൽ എനിമീസിനെ ഒന്നും കാണാനുമില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി എൻ്റെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ നോക്കി, പക്ഷേ ഞാൻ മാത്രം ആരെയും കണ്ടില്ല ഗൈസ്. എന്ത് കഷ്ടമാണല്ലേ. ഒരുത്തൻ തേണ്ട ചാടി പോയിട്ടുണ്ട്. അല്ല, ആരെയും കാണാനില്ല, എല്ലാം ചാടിപ്പോയെന്നാണ് തോന്നണേ. നമ്മൾ മാത്രമായി ഗൈസ്. പിന്നെയും അല്ലെങ്കിലും ഇങ്ങനെയല്ല, ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കയറി വരും, അത് കഴിഞ്ഞ് പിന്നെ അവരിറങ്ങി പോവുകയും ചെയ്യും. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഗെയിമിൻ്റെ ഇടയിൽ ഇമോഷണലായി അല്ലേ. ശരി വിട്. നമ്മുടെ ടീംമേറ്റ്സ് ആണെങ്കിൽ വന്നും പോയി ഇരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഗ്ലൂ വാൾ ഇടാന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്ന കാരണം നമ്മളിടുന്ന ഗ്ലൂ വാൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ സേഫ് ആണല്ലോ എന്ന് ഓർത്തു, കാരണം ഇവർ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കയറി വന്നാലും ആദ്യമേ ഇവരെ നോക്കി ചെയ്തിട്ട് എന്നെ നോക്കി ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ധൈര്യത്തോടെ ഇരിക്കുമ്പോഴാണ് വേറൊരു എനിമിയെ കണ്ടത്. കുറച്ച് ഡാമേജ് കൊടുത്തു, പക്ഷേ അവൻ എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട്. ഓടിപ്പോയെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്കൊക്കെ അവസരം കിട്ടുന്നതനുസരിച്ച് ഡാമേജ് തരുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ നൈസായിട്ട് ഇങ്ങനെ കളിക്കുന്ന കാരണം നമ്മുടെ ടീംമേറ്റ്സിനായിരുന്നു ഡാമേജ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട പതുക്കെ മേളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു, കാരണം എൻ്റെ സ്ഥലം മൊത്തം ടീംമേറ്റ്സ് കൈക്കലാക്കി. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇനി നോക്കൊന്നും എനിക്ക് കിട്ടത്തില്ല. ഇനി നമ്മൾ ഡാമേജ് കൊടുത്താൽ തന്നെ നമ്മുടെ ടീംമേറ്റ് അത് കുമ്മിക്കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ്, അല്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 2 എനിമീസ് കയറി വന്നത്. അതിലൊരുത്തനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്, പക്ഷേ അവൻ്റെ ടീംമേറ്റ് റിവൈവ് ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേഗം തന്നെ താഴത്തോട്ട് ചാടിയിട്ടുണ്ട്. അങ്ങനെ അവനെ പിന്നെ നമ്മൾ നോക്ക് ചെയ്തു ഗൈസ്. ഇപ്പോൾ പിന്നെ ഒരു അവസരം കൊടുക്കാൻ നിൽക്കാതെ വേഗം തന്നെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും അവൻ്റെ ടീംമേറ്റ് അങ്ങ് ചാടിയിട്ടുണ്ട്. പാവം എനിമി. ടീംമേറ്റ് രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഒരുമിച്ച് കയറി വന്നാന്ന് തോന്നുന്നു. പക്ഷേ അവൻ രണ്ടാമത്തെ നോക്കായപ്പോഴത്തേക്കും കൂടെ വന്ന ആൾ അവനെ ചതിച്ച് അങ്ങ് ചാടിയിട്ടുണ്ട് ഗൈസ്. ചിലപ്പോൾ റിവൈവ് ചെയ്ത് വിടുമായിരിക്കും. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ വേണ്ട പിന്നെയും മേളിലോട്ട് കയറി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവൻ തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മളെ എല്ലാവരെയും അങ്ങ് കില്ലെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മേളിൽ ഇരിക്കുന്നവൻ കണ്ടില്ല, കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവനെ അങ്ങ് നോക്ക് ചെയ്ത് വേഗം തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ വരവ് അവൻ വരാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ ടീംമേറ്റ് റിവൈവ് ആയി പോയനെ. അതോ ഇനി റിവൈവ് ചെയ്തിട്ട് വന്നതാണോന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഒരു ടീംമേറ്റിനെ നമ്മൾ വേണ്ട റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. 2 പേരും പോയി നോക്കായി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതിലൊരുത്തനെ റിവൈവ് ചെയ്തു, അടുത്തവനെ റിവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നമുക്ക്. ആ സൈഡിലോട്ട് പോകാനും പറ്റിയില്ല ഗൈസ്. 2-3 ഗ്ലൂ വാളുള്ള കാരണം അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ എനിമീസ് നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്ത് അതങ്ങ് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ റിവൈവ് ചെയ്ത് വിട്ടത് ഒരു ബോട്ടിനെ ആയിരുന്നു ഗൈസ്. നെറ്റ് പോയി ഇരിക്കുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ പോയി അടുത്ത ടീംമേറ്റ്സിനെയൊക്കെ റിവൈവ് ചെയ്തോളും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അടുത്ത എനിമീസിനെ നോക്കി മേളിൽ കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഡെഡായി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം അറിയുന്നത്, അവൻ ബോട്ടായിരുന്നു. പാവം ഞാൻ. ടീംമേറ്റ്സൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമോ ആവോ. സാധാരണ നമ്മളെല്ലാവരും റിവൈവ് ചെയ്ത് വിടാറാണ് പതിവ്. ഇത് പിന്നെ നമ്മൾ ഇത്രയും മേളിൽ കയറിയിരുന്ന് സുഖമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റുന്ന കാരണോ അടിച്ചിടാൻ പറ്റുന്ന കാരണോ പിന്നെ താഴത്തോട്ട് പോയാൽ നോക്കാവുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണോ നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് കളിക്കുവാണല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ ഒരു മടി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ റിവൈവ് ചെയ്യാതെ ഇവിടെ ഇരുന്നത്. നമ്മുടെ ടീംമേറ്റ്, നമ്മൾ റിവൈവ് ചെയ്ത് വിട്ട ടീംമേറ്റ് പോയി ബാക്കിയുള്ള ടീംമേറ്റ്സിനെയൊക്കെ റിവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ പിന്നെ ആ ഒരു പരിസരത്തോട്ടേ ശ്രദ്ധിക്കാൻ പോയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ വിട്ടുപോയി ബാക്കിയുള്ള ടീംമേറ്റ്സിനെയൊക്കെ റിവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അടുത്ത എനിമിയെ കാത്തിരിക്കുവാണ് ഗൈസ് ഞാനിങ്ങനെ. പക്ഷേ എന്നെ കാത്തിരുന്നത് വേറൊരു സംഭവമായിരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ സോൺ ഷ്രിങ്കായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിലോട്ട് നോക്കിയിരിക്കുന്നത്. കാരണം സോൺ പിടിക്കാൻ വേണ്ടിയിട്ട് എനിമീസ് ഓടി വരുമല്ലോ. അപ്പോൾ അവരെ അടിച്ചിടാം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൈഡ് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മേളിലൊരു എനിമീനെ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, വെച്ചുകൊണ്ടൊന്നും ഇരിക്കാനായിട്ട് നിന്നില്ല. വേഗം തന്നെ അവനെ വേണ്ടങ്ങ് ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്രാവശ്യത്തെ സോൺ നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്ക് എന്തായാലും ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവനെ ഫിനിഷൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ സോൺ പതുക്കെ വരുന്നതനുസരിച്ച് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഗൈസ് എനിക്ക് പുറകിൽ നിന്ന് നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കിട്ടി. ആദ്യമേ കുറച്ച് ഡാമേജ് കിട്ടിയപ്പോൾ അങ്ങ് നീങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ നീങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവൻ എന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് സത്യത്തിൽ ഞാൻ ഇവൻ ബോട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ബൈ ബൈ.